നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും അധികം ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥന തന്നെയാണ്. എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് വിശ്വാസം വേണം, വിശ്വാസം വേണം. അപ്പോൾ ആ ഒരു വിശ്വാസം തന്നെ നിലനിൽക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, അയാളോട് നാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ സംസാരത്തിലൂടെ നാം ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ? അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു യജമാനനും ഒരു ദാസനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ അല്ല ദൈവം അവിടെ ആഗ്രഹിക്കുന്നത്. അതേസമയം പിതാവും മക്കളും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് നമ്മുടെ ദൈവം അവിടെ ആഗ്രഹിക്കുന്നത്. അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ ആയിരിക്കണം, ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഒരു പാരൻ്റൽ കോൺവെർസേഷൻ. ഈ പിതാവിനോട് നമുക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടോ, എത്രത്തോളം സ്നേഹമുണ്ടോ, അത് ഈ സ്നേഹത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, വാത്സല്യത്തോടെ നാം പിതാവിനോട് സംസാരിക്കണമെന്ന് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിശ്വാസ ജീവിതം നേരെ പോകാനായിട്ട്, ബാലൻസ് ആവാനായിട്ട് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന എപ്രകാരമായിരിക്കണം? നമ്മുടെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് പാപമാകാതിരിക്കട്ടെ. അപ്പോൾ പാപമാകും അല്ലേ പ്രാർത്ഥന? നാം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമുക്ക് പാപമായി ഭവിക്കും. അതെന്താണ് ദൈവം അങ്ങനെ പറയുന്നത്? അപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അധികമായിട്ട് വ്യക്തമായിട്ട് യേശു സംസാരിച്ചിട്ടുള്ള വേദഭാഗമാണ് ഈ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അതിനു മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് കോളിലോട്ട് പോയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? കോട്ടയം പാമ്പാടിയിൽ നിന്ന് സംസാരിക്കുന്നു. ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? ഇടയ്ക്ക് വെച്ച് സുഖമില്ലാന്ന് പറഞ്ഞിരുന്നില്ലേ? അതെങ്ങനെയുണ്ട്? കുറവുണ്ട്, മാറിയിട്ടില്ല. പക്ഷെ അന്നത്തേന്നും ഇത്തിരി ശബ്ദം ഒന്ന് നേരെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് പാട്ടൊന്നും പാടി തന്നില്ല, അതിന് പകരമായിട്ട് ഇന്ന് നല്ലൊരു പാട്ടൊക്കെ പാടിത്തരണം. ആന്റി, അന്ന് സുഖമില്ലാഞ്ഞിട്ട് പാട്ടൊന്നും പാടി തന്നില്ല, ഓർമ്മയുണ്ടോ? പാട്ട് പാടിയില്ലായിരുന്നു, അന്ന് പാടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് പാടിത്തരണേ. ഇന്ന് പാടാവുന്നാലും പാടാം. ആ, സുഖമായിട്ടിരിക്കുന്ന ആന്റി. ആ, സുഖമായിട്ടിരിക്കുന്ന ആന്റി, സുഖം. എന്തോ? കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട്. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇശായിയുടെ വേരും ജാതികളെ ഭരിക്കുവാൻ എഴുന്നേൽക്കുന്നവനുമായവനിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്ന് പറഞ്ഞത് ആരാണ്? ശരി ഉത്തരാണ് ആന്റി, യെശയ്യാവ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ ദൈവം എന്തിനാൽ നിറയ്ക്കുമാറാകട്ടെ? തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ ദൈവം അല്ല, വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ശരി എത്രയാണ് ആന്റി? സകല സന്തോഷവും സമാധാനവും കൊണ്ട്.
അതെ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ആന്റി 2 വരി പാട്ട് പാടാവോ? ആ, എന്താ ഒരുപാട് ആ, പാടാം. പാടിക്കോളൂ. അപ്പൊ നേരം ഇങ്ങനെ ഇരിപ്പ് പറഞ്ഞിട്ട് ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിലാനവനെന്നെ സൂക്ഷിക്കാൻ, അവനത്രേയൻ പാവരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു, അവനത്രേയൻ പാവരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു, താഴ്ചയിൽ എനിക്കവൻ തണലേകി, വീഴ്ചയിൽ വഴി നടത്തി, തുടച്ചന്റെ കണ്ണാനീർ പൊൻകരത്താൽ, തുടിക്കുന്ന മനസ്സുഖ സന്തോഷത്താൽ. ഓക്കെ ആന്റി, നല്ല പാട്ടായിരുന്നു കേട്ടോ. അപ്പോ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? പോവാം. ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: എന്തിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരട്ടെ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ശരി ഉത്തരാണ് ആന്റി, പരിശുദ്ധാത്മാവിന്റെ. ഓക്കെ, നമുക്ക് നാലാമത്തെ അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആന്റി ഒരു നല്ല വചനം പറഞ്ഞോളൂ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയർത്തലുള്ളത് അനുസരിക്കുകയും ഭൂമിയിലുള്ളതല്ല ഉയർത്തലുള്ളത് തന്നെ ചിന്തിക്കുകയും, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കൊലസ്യർ 3:1-2. ഓക്കെ, നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നൽകുന്നൊരു വചനമാണ്. ഓക്കെ ആന്റി, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റോമിലുള്ള വിശുദ്ധന്മാർ എങ്ങനെയുള്ളവരാണെന്നാണ് പൗലോസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്? റോമിലുള്ള വിശുദ്ധന്മാർ എങ്ങനെയുള്ളവരാണെന്നാണ് പൗലോസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്? ദയാപൂർണരും അന്യോന്യം ബോധിപ്പിക്കാൻ പ്രാപ്തരുമാവുന്നു. ശരി ഉത്തരാണ് ആന്റി. ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തരുമാകുന്നു. ശരി ഉത്തരാണ് ആന്റി. അപ്പോ 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷായോ? സന്തോഷമായി. ഓക്കെ ആന്റി, താങ്ക് യു ആന്റി. അപ്പോ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കാം. ആന്റിക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കും. നിങ്ങളുടെ വേലയെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അനേക ദൈവവാദം കടന്നു വരാൻ ഇടയാക്കട്ടെ. എല്ലാരെയും ചോദിച്ചായി പറയുന്നു. ഓക്കെ ആന്റി, പറയാം ആന്റി. ഓക്കെ, വളരെ സന്തോഷം. ബൈ. താങ്ക് യു. ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിരുന്നത് ഏലിയാമ്മ ആന്റി ആയിരുന്നു കേട്ടോ. വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ. ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ആന്റി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണല്ലേ. പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട്ലി ടോക്കിനെ കുറിച്ചാണ്. അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കുറച്ച് പ്രാർത്ഥനാ രീതികളുണ്ട്. ആ പ്രാർത്ഥനാ രീതികളാണ് നമുക്ക് പാപമായി മാറുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വചനത്തിൽ ചുവടെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങൾ കപടഭക്തന്മാരെ പോലെ ആയി തീരരുത്. അവർക്കും അവരുടെ നാട്ടുകാർക്കും ചുറ്റുവട്ടത്തുള്ളവർക്കും വിളങ്ങേണ്ടതിന് അവർ സമൂഹത്തിൽ വന്നു നിന്ന്, അല്ലെങ്കിൽ മറ്റ് 4 ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് വന്ന് നിന്ന് തുറന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് താനൊരു വിശ്വാസിയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് മനസ്സിൽ ഒരു ദൈവമായിട്ട് ഒരടുപ്പവും ഇല്ലാതെ വന്ന് നിന്ന് വെറുതെ ഷോ കാണിക്കുന്നു. ഇങ്ങനെയുള്ളവരെ ദൈവം വെറുക്കുന്നുവെന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം? അതൊരു ചോദ്യമാണ്. അതുപോലെ വേറൊരു കാര്യം കൂടെ ദൈവം പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കേട്ടത് എന്തായിരുന്നു? നിങ്ങൾ കപടഭക്തന്മാരെ പോലെ ആവരുത്. അവരെല്ലാവരുടെ അടുത്ത് നിന്ന് ചന്തസ്ഥലങ്ങളിലും പള്ളിയിലും തെരുവ് കോണുകളിൽ നിന്ന് ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള രീതിയിൽ കൊട്ടിഘോഷിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ നല്ലവനാണ്, അവൻ നല്ലവനാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്നൊക്കെ പറയാൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. അവനുള്ള പ്രതിഫലം അവിടെ തന്നെ കിട്ടി.
അല്ലേ? കാരണം മറ്റുള്ളവരെല്ലാവരും അവനെ പ്രശംസിച്ചു കഴിഞ്ഞു. അവൻ ഭയങ്കര പ്രാർത്ഥനയിൽ മിടുക്കനാണ്, അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവരാണ് എന്നൊക്കെയുള്ള പ്രശംസ കൊണ്ട് തന്നെ അവന് ആ ഒരു പ്രതിഫലം അവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത് ദൈവം വെറുക്കുന്നതാണ് ജാതികളെ. അതായത് ഈ ജാതികൾക്കുള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരധികമായി ജൽപ്പനം ചെയ്യുന്നു. ജൽപ്പനം ചെയ്യുക എന്ന് വെച്ചാൽ അധികമായി പ്രഭാഷണം നടത്തുന്നതിലൂടെ, അതായത് അധികമായി പ്രാർത്ഥിക്കും. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിനൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നവരെയും ദൈവം വെറുക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതും തിരുവചനം നമ്മെ അതുപോലെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ കാണേണ്ടതിനോ അല്ലെങ്കിൽ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതിനോ ഒന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അറയിൽ കടന്ന്, നിങ്ങളുടെ റൂമിൽ കടന്ന്, നിങ്ങൾ ഡോർ അടച്ച് അവിടെ മുട്ടുകുത്തി നിങ്ങളും നിങ്ങളുടെ രഹസ്യത്തിൽ കാണുന്ന പിതാവും മാത്രമായിരിക്കെ ആ പിതാവിനോട് കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ തുറന്നു പറയുക. പക്ഷെ ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നിങ്ങൾ അവിടെ മുട്ടുകുത്തുന്നതിന് മുൻപേ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ A to Z കാര്യം ആ പിതാവിനെ അറിയാം. പക്ഷെ എന്തിനാണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാം എന്തെങ്കിലും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലാണ്, ഇപ്പം നമ്മൾ വിദേശത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ വിദേശത്തിരിക്കുമ്പോൾ നമുക്ക് അച്ഛനും അമ്മയും എങ്ങനെയുള്ളവരാണ്, നല്ലവരാണോ, ചീത്ത ആൾക്കാരാണോ, നമ്മുടെ ശാസിക്കുന്നവരാണോ, സ്നേഹിക്കുന്ന എല്ലാ കാര്യവും നമുക്കറിയാം അല്ലേ അച്ഛനമ്മയെ പറ്റി. അവർക്ക് തിരിച്ച് നമ്മെക്കുറിച്ചും അറിയാം. പക്ഷേ ഡെയിലി അവർ പറയും, എന്നെ ഒന്ന് വിളിക്കണേ മോളെ, നിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ നീ എന്നെ വിളിക്കണേ മോളെ, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? അപ്പോൾ അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള A to Z കാര്യം എല്ലാം ദൈവത്തിന് അറിയാം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുന്നു, നിങ്ങൾക്ക് തന്നെ ഒരു എൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരുന്നു, ഒരു ശക്തി വരുന്നു, ഒരു സന്തോഷം വരുന്നു. അതൊരു വേറെ ലെവലാണ്. അതുപോലെ തന്നെ ആ ഒരു ബന്ധം വളരാൻ, ദൈവമായിട്ട് നിങ്ങൾക്കുള്ളൊരു ബന്ധം വളരാനും പ്രാർത്ഥന സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. നമുക്കൊരു കോൾ വരുന്നുണ്ടേ, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ചെറിയ വണ്ടിന്ന് ഷൈനിയാണ്. ഷൈനി എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡും മോനും അമ്മയും ഉണ്ട്. മോൻ എന്ത് ചെയ്യുക? മോനിപ്പോ 2ാം ക്ലാസ്സില്. 2ാം ക്ലാസ്സിലാണ്. ഓക്കെ ഷൈനി, മോൻ എങ്ങനെയാ, പഠിക്കാനൊക്കെ മിടുക്കനാണോ? മിടുക്കനാണ്. മിടുക്കനാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമാണ്? ഇഷ്ടമാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? ഷൈനിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുമ്പോൾ നിങ്ങൾ ആർക്ക് ദാസരായി തീരും? നീതിക്ക്. ശരി ഉത്തരവാണ് ഷൈനി, നീതിക്ക്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഷൈനിക്ക് വേണ്ടിയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ എന്താകുന്നു? നിത്യജീവനാകുന്നു. ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അത് തന്നെ, നിത്യജീവൻ തന്നെ. അപ്പൊ ഒന്ന് ശക്തമായിട്ട് പറയൂ. നിത്യജീവൻ. ശരി ഉത്തരാണേ, നിത്യജീവൻ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? അതിനു മുൻപായിട്ട് ഷൈനി നന്നായിട്ട് പാട്ട് പാടുമെന്നൊക്കെ തോന്നുന്നു. പാട്ട് പാടാറുണ്ടോ? പാടാറില്ല? പ്രാർത്ഥിക്കാൻ മാത്രമേ പാടുള്ളൂ. അത് മതി, ഒരു 2 വരി പാടിക്കോ. പാടില്ല, മോനെ കൊണ്ട് വാക്യം പറയിപ്പിക്കാം. മോനാണ് സാധാരണ പാടുന്നത്. അപ്പൊ അവൻ ഇന്ന് ചെറിയ ജലദോഷമൊക്കെയാണ്. ആണോ? ഓക്കെ, അപ്പൊ മോന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. ഹലോ. ഹലോ, മോനെ പേരെന്താ? ഓക്കെ, മോൻ 2ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? ഓക്കെ, അപ്പോ മോൻ നല്ലൊരു വചനം പറയുമെന്നൊക്കെ അമ്മ പറഞ്ഞു. പറയാം. പറഞ്ഞോളൂ. ഓക്കെ മോനെ, അപ്പൊ പഠിക്കാനൊക്കെ മിടുക്കനാണോ?
നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അപ്പൊ അമ്മയുടെ ഫോൺ കൊടുക്കോ? ഹലോ. ഹലോ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഷൈനിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. ശരി ഉത്തരവാണ് ഷൈനി. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. റെഡിയല്ലേ? അപ്പൊ അവസാനത്തെ ചോദ്യം ഇതാണ്: പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസരായിരിക്കുന്നതിനാൽ ലഭിക്കുന്ന ഫലം എന്താണ്? വിശുദ്ധീകരണവും അവസാനം നിത്യജീവനും. ശരി ഉത്തരമാണ് ഷൈനി. വിശുദ്ധീകരണം, അവസാനം നിത്യജീവനും. 4 ക്വസ്റ്റ്യൻസിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മൾ ഇനിയും വിളിക്കോ? വിളിക്കാം. നമ്മുടെ പ്രോഗ്രാം കാണണേ, സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി സന്തോഷം. അപ്പൊ നമ്മളിപ്പം വിളിച്ചിരുന്നത് ഷൈനി ആയിരുന്നു. അപ്പം ഷൈനി വിളിച്ചതിൽ വളരെ സന്തോഷം. മോന് നന്നായിട്ട് പഠിച്ച് വളരെ വലിയൊരു നിലയിൽ എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ചിന്തയിലേക്ക് മടങ്ങി വരാമേ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ലൈഫിലുള്ള സ്ഥാനം ഏറ്റവും വലുത് തന്നെയാണ്. പക്ഷേ പ്രാർത്ഥിക്കേണ്ട രീതി മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഒരു അനുഗ്രഹം നമുക്ക് ശാപമായി മാറും എന്നുള്ളതിന് സംശയമില്ല. ഒരിക്കലും മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനോ മറ്റുള്ളവരെ കാണേണ്ടതിനോ മറ്റുള്ളവരെ നമ്മളെ പുകഴ്ത്തേണ്ടതിനോ വേണ്ടി ഒന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ പകരം നമ്മൾ ചെയ്യേണ്ടത് ദൈവം നമ്മോട് കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ ഒരു ബന്ധം നിലനിൽക്കണം എന്ന് കണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിദേശത്ത് നമ്മളായിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പനും അമ്മയും നാട്ടിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കാശ് അയച്ചു കൊടുക്കുന്നു, അവരെ വിളിക്കുന്നു, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. അപ്പം മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ അവരെ കാണാനായിട്ട് വരുന്നു. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന മക്കളും ഉണ്ടല്ലേ. അപ്പോൾ ഇത് മറ്റുള്ളവർ കാണട്ടെ, ഞാൻ എൻ്റെ അച്ഛനമ്മയെ നോക്കുന്നുണ്ട്, കാണട്ടെ, അറിയട്ടെ, ഞാൻ അവരെ നോക്കുകയാണ് എന്ന ആ ഒരു പേരിന് വേണ്ടി ഇതെല്ലാം ചെയ്ത് മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമില്ലാത്ത മകനേക്കാളും എത്രയോ നല്ലതാണ് ആത്മാർത്ഥ സ്നേഹത്തോടു കൂടെ വന്ന് കണ്ടില്ലെങ്കിലും വിളിച്ച് സംസാരിക്കുന്ന മക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. അപ്പോൾ ആ മനസ്സിലുള്ള ഒരു സ്നേഹവും അറ്റാച്ച്മെൻറ്റും അതാണ് ഒരു സ്നേഹബന്ധത്തെ ഏറ്റവും ദൃഢമാക്കുന്നതല്ലേ. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ ഫോൺ സംസാരിക്കുകയാണ്, നമ്മളുടെ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സംസാര രീതി എങ്ങനെയായിരിക്കും? ഒട്ടും താല്പര്യമില്ലാത്തവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. കാരണം പെട്ടെന്ന് എങ്ങനെയെങ്കിലും കട്ട് ചെയ്തിട്ട് പോകണം. ഇപ്പോൾ അച്ഛനും അമ്മയും വിളിക്കുകയാണ്, അപ്പോൾ മക്കൾ വിദേശത്താണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ മക്കൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, തീരെയും താല്പര്യമില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ എങ്ങനെയും വെച്ചിട്ട് പോവാ അച്ഛാ അമ്മ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവർ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തുമാത്രം വിഷമമായിരിക്കും അല്ലേ. അപ്പം നിരന്തരം സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല. സംസാരിക്കുന്ന രീതിയും ആ ഒരു അറ്റാച്ച്മെൻറ്റും എത്രത്തോളം വലുതാണ് എന്ന് തന്നെയാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലും ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു രീതി വെളിപ്പെട്ട് വരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എപ്രകാരം എത്തിച്ചേരും എന്ന് നമുക്ക് നോക്കാം. പക്ഷേ നമുക്കൊരു കോൾ വരുന്നുണ്ട്, കോളിലേക്ക് പോയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? സാറാമ്മ ജോസഫ്. സാറാമ്മ ആൻറ്റി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? അന്ന് നല്ല സുഖമില്ല, ചെറിയൊരു ജലദോഷം പനിക്കോളൊക്കെ ആയിട്ട് ഞാൻ കിടക്കുകയായിരുന്നു. 2 മണിന്റെ വചന സമീക്ഷ കേൾക്കാനായിട്ട് എഴുന്നേറ്റ് വന്ന് ഓണാക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ആണോ? വളരെ സന്തോഷം ആന്റി അത് കേട്ടതില്. ഇത്ര സുഖമില്ലെങ്കിലും നമ്മളെ കാണാനായിട്ടുള്ളൊരു മനസ്സുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. 2 മണിക്ക് അതെന്തായാലും ഞാൻ വെക്കും. മിസ് ചെയ്യത്തില്ല അല്ലേ? വളരെ സന്തോഷം ആന്റി. 2 മണിക്ക് 5 മിനിറ്റ് സൗഖ്യം ആരോഗ്യവും ദൈവം തരട്ടെ. ദൈവം എത്രത്തോളം ഒക്കെ നടത്തി മോനെ. തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആയിക്കോട്ടെ മോനെ. അപ്പൊ നമ്മുടെ ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ആത്മസ്വഭാവം ഉള്ളവരിൽ എന്ത് വസിക്കുന്നു? ആത്മസ്വഭാവം ഉള്ളവരില് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഉറപ്പാണ്? അതെ, ഉറപ്പാണ്. ഉറപ്പാണെങ്കിൽ ശരി ഉത്തരമാണ് ആന്റി, ദൈവത്തിന്റെ ആത്മാവ്. അതെ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആയിക്കോട്ടെ മോനെ. ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്:
ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ എന്താണ് ഫലം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എന്താണ് ഫലം? മരണം. ശരി ഉത്തരമാണ് ആന്റി, മരണം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആന്റി, അതിന് മുൻപായിട്ടൊരു പാട്ട് പാടാം. പാടിക്കൂ. ദൈവമേ എൻ ദൈവമേ എന്നെ നീ കൈവിട്ടതും നിമ്മാനുവേ സന്താവാൻ വിളിച്ചിതു സൂര്യാശോ മാറിപ്പോയി രാത്രി പോൽ മധ്യാഹ്നമായി ക്രിസ്തുനാഥൻ പാപിക്കായി ക്രൂശിൽ തൂങ്ങയ്യോ മന്നവാ എന്നേശുവേ എന്നെയോർത്തു കൊള്ളുകേ നിന്റെ പുണ്യത്തിൽ ഓരംശം എൻ്റെ രക്ഷയാക്കുവേ. ആന്റി, എന്തോ ആന്റി നന്നായിട്ട് പാടി കേട്ടോ. പള്ളിയിലെ ഒരു പാട്ടാ. പള്ളിയിലെ പാട്ടാണ്, മനസ്സിലായി. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? ആയിക്കോട്ടെ മോനെ. ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദൈവത്തിന്റെ മക്കൾ ആരാണ്? ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കള് തന്നെ. ശരി ഉത്തരമാണ് ആന്റി, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ. അതെ. ആന്റി ദൈവത്തിന്റെ മകളാണോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ദൈവാത്മാവ് നടത്തുന്നവരാണല്ലേ നമ്മൾ ഓരോരുത്തരും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ആന്റിക്ക് വചനം പറയാൻ താല്പര്യമുണ്ടോ? വചനം പറയാം. പറഞ്ഞോ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു. പിന്നെ ഓരോരുത്തൻ താനെ മറ്റുള്ളവരെ താനേക്കാൾ ശ്രേഷ്ഠൻ എണ്ണണം. പിന്നെ പൗലോസ് പറയുന്നത് നമ്മള് മറ്റുള്ളവരുടെ നന്മ കൂടെ കണക്കിലെടുത്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. നമ്മുടെ സ്വാർത്ഥ താല്പര്യം മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടെ നന്മയായിട്ട് മറ്റുള്ളവരുടെ ഗുണങ്ങളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുവർത്തിച്ചാല് വളരെ ഗുണമാണ്. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുമ്പോൾ അതിലിരട്ടി നന്മയാ. യോബ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അതിന്റെ ഇരട്ടി പ്രാപിച്ചെന്ന് വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഗുണം ചെയ്യുമ്പോൾ നമ്മളെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. തീർച്ചയായിട്ടും ആന്റി, നല്ലൊരു വചനമായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ ആന്റി, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. ഭയപ്പെടേണ്ടതിന് നാം പ്രാപിച്ച ആത്മാവ് ഏതല്ല? ഭയപ്പെടേണ്ടതിന് നാം പ്രാപിച്ച ആത്മാവ് ഏതല്ല? ഏത് ആത്മാവിലാണ് ഭയം ഉണ്ടാവുന്നത്? ഹലോ, എന്തോ? ഏത് ആത്മാവിനാണ് ഭയം ഉണ്ടാവുന്നേ? ആർക്കാണ് ഭയം വരുന്നത്? ജഡത്തിന്റെ ആത്മാവിനെ ജഡത്തിന്റെ ആത്മാവ് അത് ഓക്കെയാണ്. പക്ഷേ വേറൊരു ആത്മാവിന് ഭയങ്കര ഭയമാണ്, യജമാനനെ. അത് ഏത് ആത്മാവിനാ? ആർക്കാണ് യജമാനന് ഭയം? സാത്താന്റെ ആത്മാവിന് അല്ല. ആന്റി സാധാരണ ഒന്ന് ചിന്തിച്ചു നോക്ക്. ജോലിക്കാർ നിൽക്കുന്നുണ്ട്, യജമാനൻ നിൽക്കുന്നു. ദാസ്യത്തിന്റെ ആത്മാവിന്. ദാസ്യത്തിന്റെ ആത്മാവ്. ശരി ഉത്തരാണ് ആന്റി. ഓക്കെ, അപ്പോ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷാണ്.
തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, ഒരു മിനിറ്റും കൂടെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആന്റി പ്രാർത്ഥനയെ കുറിച്ചാണ്. അതെ. അപ്പൊ ആന്റിക്ക് ഇത്രയും ഇത്രയും നല്ലൊരു വിശ്വാസ ജീവിതം ഇതുവരെ നയിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതിൽ തീർച്ചയായിട്ടും അതിന് സഹായിച്ചത് പ്രാർത്ഥന തന്നെയായിരിക്കും അല്ലേ? അതെ. അപ്പൊ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ സമയമേ ഇല്ല. അപ്പൊ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ജനറേഷനിലെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഉപദേശം എന്താ ആന്റി എന്ന് വെച്ചാൽ ഒരു 2 വാക്ക് പറയാവോ? ആ കുട്ടികളെ എങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം? കാരണം ഇപ്പൊ നമ്മള് ഇവിടെ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ നേരത്ത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് ഞാൻ പറയും ഒരു വാക്ക് പ്രാർത്ഥിച്ച് വേണം പോകാൻ. പോകുന്ന വഴിയിൽ നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം പരീക്ഷയ്ക്കെന്നല്ല അല്ലാതെ തന്നെ പോകുമ്പോഴും ഞാൻ എൻ്റെ മോനെ ജോലിക്ക് പോകുന്നു സ്കൂളിൽ പോകുന്ന അവനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങി നിന്നൊരു വാക്ക് പ്രാർത്ഥിക്കാതെ അയക്കത്തില്ല. അതുപോലെ എവിടെങ്കിലും അവര് ദൂരെ യാത്ര പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്നോട് പറയും മമ്മി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. എല്ലാവരെയും വിളിച്ചു നിർത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിൽ പോകുന്നില്ലെങ്കിൽ മോശ പറയുന്നുണ്ട് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ അതിനെ അയക്കരുതെന്ന്. അതെ, തീർച്ചയായിട്ടും. എങ്കിലും അത് ദുരിതമായിരിക്കും അല്ലെ? യേശുവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അത് ദുരിതം തന്നെയാണ്. ഞാൻ എപ്പോഴും ഓർക്കും ആ മോശയുടെ വാക്കൊരു ഭയങ്കര വാക്കാ. അതെ, തീർച്ചയായും. അത് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് നിങ്ങൾ പോകുന്ന വഴിയിലെ. അതെ, തീർച്ചയായിട്ടും ആന്റി. നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ കാണിക്കുന്ന വഴിയിലൂടെയാണ് നമ്മുടെ മക്കൾ എപ്പോഴും പിന്തുടരുന്നത്. അപ്പൊ ആന്റി അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ആന്റി. ചിന്തകൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ഇനിയും വിളിക്കണം, നമ്മുടെ പ്രോഗ്രാം കാണണം. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിരുന്നത് സാറാമ്മ ആന്റി ആയിരുന്നു. ആന്റി വളരെ സന്തോഷം വിളിച്ചതിൽ. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് വിളിക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ചാണ്. ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ഇപ്പൊ ആന്റി പറഞ്ഞതുപോലെ ഓരോ കുഞ്ഞു മക്കളെയും ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ മാതാപിതാക്കൾക്ക് മുതിർന്നവർക്കുമാണ്. അപ്പം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു വലിയ ദൗത്യം, കർത്തവ്യം നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗം അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടാതെ ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണത്തിൽ, ആ ഒരു ഒരു വലയത്തിൽ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അപ്രകാരം പ്രാർത്ഥനാ ജീവിതത്തിൽ വിശ്വാസത്തിലൂടെ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.